ഹായ് നിഷാൻ, ജൂലൈ 5 ബഷീർ ദിനമാണ്. ബഷീറുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള സാഹിത്യകാരനാണ്. അപ്പം ചോദ്യങ്ങൾ പറയട്ടെ. ആദ്യത്തെ ചോദ്യം സിമ്പിൾ ആണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയുടെ പേര് ഫാബി ബഷീർ. ഫാത്തിമ ബീവി ആയിരുന്നു, പിന്നീടാണ് ഫാബി ബഷീർ ആയത്. ബഷീർ പെണ്ണുങ്ങൾ ചടങ്ങിൽ വന്നപ്പോ ബഷീറിന്റെ പേരൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പേരിന് ഭയങ്കര നീളവും കൂടുതലായിരുന്നു, ഫാത്തിമ ബീവി. അപ്പോ ഒരു പേപ്പറിൽ അത് എഴുതി, ചന്നം പിന്നെ മുറിച്ചു, അത് തറയിൽ കിടന്ന രണ്ടക്ഷരങ്ങൾ എടുത്തു നോക്കി, അതിൽ ഫാബി കിട്ടി. അതെ, ഫാത്തിമയുടെ ഫായും ബീവിയുടെ ബിയും, ഫാബി. ഓക്കെ, ആ പേര് വന്ന കാര്യം അറിയാം. ആ ഫാബി ബഷീർ ആത്മകഥാപരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തെ കുറിച്ചും ബഷീറിനെ കുറിച്ചും ഒക്കെ എഴുതിയ ഒരു ബഷീറിന്റെ എടിയെ. അതെ, ബഷീറിന്റെ എടിയെ. അപ്പൊ അത് ഫാബി ബഷീർ ആണ് എഴുതിയത്, അത് ഓർത്തോണം. രണ്ടാമത്തെ ചോദ്യം. സുൽത്താനുൽ ബേപ്പൂരി എന്ന് പേരുള്ളോവർ, സകല തിരയിലും കേളി നിറഞ്ഞോവർ, ചില്ലിന്റെ ചേലുള്ള ലെങ്കും കഷണ്ടിയും വിസ്താരമായുള്ള നെറ്റിയുടെയോവർ. എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു. ഓക്കെ, ഇനി ഇത് എന്താ സംഭവം? ഞാൻ ക്ലൂ തരാം, എന്നിട്ട് നീ ഉത്തരം പറ. മൊഹിയുദ്ദീൻ മാല എന്ന് കേട്ടിട്ടില്ലേ? മൊഹിയുദ്ദീൻ മാല കേട്ടിട്ടില്ല? ആ ഈണമാണിത്. മൊഹിയുദ്ദീൻ മാല, അത് തന്നെ. മൊഹിയുദ്ദീൻ മാല ബഷീറിനെ കുറിച്ച്. ബഷീർ മാല എഴുതിയത് MN കാരശ്ശേരിയാണ്. ബഷീർ മാല. കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ചൊല്ലി പാടാം. സാറാമ്മയെ സ്നേഹിച്ച നായർ യുവാവിന്റെ സ്വറകൾ നിറഞ്ഞൊരു സീറ രചിച്ചോവർ, ഒന്നിനെയൊന്നോട് കൂട്ടിയാൽ എത്രാന്ന് അത്യല്പമായൊരു ചോദ്യം വിട്ടോവർ. എങ്കിൽ ഇനി ബഷീറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മരം പറ. കളിയാക്കുന്നു തന്നെ. കുഴപ്പമില്ല, മാംഗോസ്റ്റീൻ അറിയാം. ബഷീർ ആ മരത്തിന്റെ ചുവട്ടിൽ എപ്പോഴും ഒരു ബിടിയും വലിച്ച് ചാരുകസേരയിൽ ഇരുന്ന് റേഡിയോയിൽ പാട്ടൊക്കെ കേട്ടാണ് കഥകൾ എഴുതുന്നത്. കാപ്പി കുടിച്ചാണോ? കാപ്പിയും കുടിക്കൂ. മാംഗോസ്റ്റീൻ മരം. ഇനി ബഷീറിനെ മാംഗോസ്റ്റീൻ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാധീനിച്ച 2 സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അവരവരുടെ കാര്യങ്ങളിൽ വ്യത്യസ്തരുമാണ്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം. ഗാന്ധിജി. അതെ, ഒബ്വിയസ്ലി ഗാന്ധിജി. ഭഗത് സിംഗ്. രണ്ടുപേരും ശരിയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ചില കഥകളില്ലേ? ബഷീറിനെ ആദ്യമായിട്ട് അല്ല, ഗാന്ധിയെ ബഷീർ ആദ്യമായിട്ട് കാണുന്ന. ഗാന്ധിജി ബോട്ടിൽ വന്ന് ഇറങ്ങുന്നു. 1925 മറ്റേ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ബോട്ടിൽ വന്ന് ഇറങ്ങുന്നു. കുറെ ആൾക്കാരുണ്ട്. സംസാരിച്ചു കേൾക്കുന്നില്ല. കുറച്ചുകൂടി ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഗാന്ധി ഒരു കാറിൽ കയറുന്നു. കാറിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച ആൾക്കാർ ഓടുകയാണ്, ചാടുകയാണ്. ഇപ്പോൾ ബഷീർ കൂട്ടത്തിൽ ഒരു ആവേശത്തിൽ അങ്ങ് ഗാന്ധിയെ തൊടുന്നു. വയസ്സനാണ് പളപളാണ് സ്കിന്ന്. അതൊന്ന് വീട്ടില് ഉമ്മയോട് പറഞ്ഞപ്പോ, ഗാന്ധിയോ? അതെന്താ സംഭവം? നിനക്കെല്ലാം പറ്റിയോന്ന്? ഉമ്മയ്ക്ക് ഇതിനെ കുറിച്ച് ഒരു പിടിയില്ല. ആ മഹാത്മാഗാന്ധിയെ കണ്ടതിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമര സേനാനിയാകുന്നു, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കാളിയാകുന്നു, ജയിലിൽ പോകുന്നു. ജയിലിൽ വെച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, ജയിൽ പുള്ളികൾ, കൂട്ടുകാർ, അവർ അതെ ഭഗത് സിംഗിനെ പോലെ വിപ്ലവകാരികളായിരുന്നു. അങ്ങനെ അദ്ദേഹം വിപ്ലവത്തെ ഇഷ്ടപ്പെടുന്നു, ഭഗത് സിംഗിന്റെ രീതികളെ കൂടിച്ചേർക്കുന്നു. ഗാന്ധി അഹിംസ, ഭഗത് സിംഗ് ഹിംസ, നമ്മുടെ വാപ്പിയുടെ പേര് ഹംസ. പിക്കപ്പ് ലൈൻ. ഇനി ബഷീറിന്റെ ജന്മസ്ഥലം ഏതാ? തലയോലപ്പറമ്പ്. തലയോലപ്പറമ്പ്. നമ്മൾ ആ വീട്ടിലൊക്കെ പോയി കണ്ടതാണ്. ഇനി ആ വീടിന്റെ പേര് പിടിയുണ്ടോ? സുൽത്താൻ ബത്തേരി. അല്ലല്ല, അസ്ഹർ കോട്ടേജ്. സുൽത്താൻ ബത്തേരി എവിടെ? അസ്ഹർ കോട്ടേജ്. ഈജിപ്തില് കെയ്റോ, അവിടെ ഉള്ള ഒരു പുരാതനമായ സർവകലാശാലയാണ് അൽ അസ്ഹർ. അതിൽ നിന്നാണ് ഈ പേര് വന്നത്. ഇനി ഈ വീടിന് വേറൊരു പ്രത്യേകതയുള്ളത് ബഷീറിന്റെ നീലവെളിച്ചം. അത് നീലവെളിച്ചം സിനിമ. പിന്നെ ഭാർഗവി നിലയാണ് അതുമായി ബന്ധപ്പെട്ട ആദ്യ സിനിമ. അതിന്റെയൊക്കെ തിരക്കിയത് ഇനി ഞാൻ എന്റെ കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, ഭാർഗവി നിലയത്തിന്റെ തിരക്കഥ, അതായത് ആ നീലവെളിച്ചം എന്ന കഥ അദ്ദേഹം എഴുതിയത് ഈ അസ്ഹർ കോട്ടേജ് എന്ന് പറയുന്ന വീട്ടിലിരുന്നാണ്.
കുറച്ചു നാൾ കഴിഞ്ഞ് ബഷീർ ഈ വീട് വിറ്റു ഫെഡറൽ ബാങ്കിന്. അവിടെ ഒരു ബാങ്ക് സ്ഥാപിച്ചു. സാധാരണ ഫെഡറൽ ബാങ്ക് സ്ഥാപിച്ച ഫെഡറൽ ബാങ്ക് എന്ന് തന്നെയാണ് പേര്. അതെ, ഫെഡറൽ ബാങ്ക് ആണല്ലോ. പക്ഷെ ഇവിടെ മാത്രം പേരിന് വ്യത്യാസമുണ്ട്. നീ ഇപ്പൊ ഭാർഗവി നിലയം പറഞ്ഞു. ഫെഡറൽ നിലയം സമയമെടുത്തു. അതില്ല, ഫെഡറൽ നിലയം നാക്കി. ഭാർഗവി നിലയത്തിൽ എഴുതിയ വീട്ടിൽ ഫെഡറൽ നിലയം. അത് കഴിഞ്ഞ് നമുക്കറിയാം ബഷീർ കോഴിക്കോട് ബേപ്പൂരേക്ക് പോകുന്നു. അവിടെയുള്ള അദ്ദേഹത്തിന്റെ വീടാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ വീട്ടുപേര്, ഏറ്റവും പ്രശസ്തം. അതെ, വയലാറോ ഇത് വേറെ ആള്. ഇത് വയലാലിൽ വീട്. ഈ ബേപ്പൂരിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകവും ബഷീറിന്റെ. അതിന്റെ പേരും നിനക്കറിയാം, ആകാശമിട്ടായി. സാറാമ്മയും കേശവൻ നായരുമുള്ള പ്രേമലേഖനം. അതിൽ അവരുടെ കുട്ടിക്ക് ഒരു മതവും ഒരു ജാതിയും റിഫ്ലക്ട് ചെയ്യാത്ത ഒരു ന്യൂട്രൽ പേരിടണം. ഉണ്ട്. അവസാനം അവര് തീരുമാനിച്ചത് ആകാശമിട്ടായാണ്. ആ ആകാശമിട്ടായാണ് ബഷീറിന്റെ സ്മാരകത്തിന്റെ പേര്. ബഷീറുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും ഏത് ചോദ്യം ചോദിച്ചാലും ഒരു കഥ കൂടെ കാണും. കഥയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ബഷീറിന്റെ ആദ്യത്തെ കഥ പറ. ചോദ്യം അടുത്തത്. എന്റെ തങ്കം. ആദ്യം ഇദ്ദേഹം ഈ കഥ എഴുതുമ്പോ തങ്കം എന്ന പേരിലായിരുന്നു. ഇത് എന്താ, ജയകേസരി എന്ന് പറയുന്ന മാസിക. ജയകേസരി എന്ന് പറയുന്ന മാസിക. അതിൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കുമ്പോ തങ്കം എന്റെ തങ്കം എന്ന പേരിൽ വന്നു. പിന്നീട് അത് ബുക്കൊക്കെ ആയി വന്നപ്പോൾ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് തങ്കം എന്ന് മാത്രമേ ഉള്ളൂ, എന്റെ ഇല്ല. പിന്നെ തങ്കം തന്നെ അദ്ദേഹത്തിന്റെ തൂലികാനാമമായി മാറി. അതെ അതെ, തങ്കമായിരുന്നു അദ്ദേഹത്തിന്റെ തൂലികാനാമം. ആ കഥ, അതിനു പിന്നിലും കഥയുണ്ട്. കഥയില്ലാതെ ബഷീറിന്റെ ചോദ്യമില്ല. അതെനിക്കറിയാം. അതായത് ജയകേശ്വരിയുടെ ഓഫീസിൽ ചെല്ലുന്നതിന് മുമ്പ് ഒരുപാട് ലോകയാത്രകൾ നടത്തിയിരുന്നു. ഒരുപാട് പട്ടിണിയാണ്. വീട്ടിൽ ചെന്നെന്തെങ്കിലും കഴിക്കാന്ന് വിചാരിക്കുമ്പോ വീട്ടിലും പട്ടിണിയാണ്. അപ്പൊ എന്തെങ്കിലും മണിമണി ഉണ്ടാക്കാൻ വേണ്ടി, പൈസ വേണം, കാശ് ഉണ്ടാക്കാൻ വേണ്ടി ജോലി വേണം. ജയകേശ്വരി പത്രത്തിലേക്ക് പോകും, മാഗസിൻ എന്താന്ന് അറിയുന്നത്. അവിടെ ഓഫീസിൽ പോകുന്നു. ഒരു ഓഫീസിൽ ചെന്നിട്ട് എന്തെങ്കിലും പണിയുണ്ടോ ബഷീർ ചോദിക്കും. താൽക്കാലികമായ പണിയൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും കഥ എഴുതിക്കൊണ്ട് വന്നാൽ അതിവിടെ പ്രസിദ്ധീകരിക്കുമ്പോൾ ചെറിയ തുക കിട്ടും. അങ്ങനെ ബഷീർ കഥ എഴുതാൻ തീരുമാനിച്ചു. അപ്പോ വെളിയിലായിട്ട് ഇറങ്ങുമ്പോ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ബക്കറ്റിൽ വെള്ളവുമായി നടന്നു പോകുന്നു. വെള്ളം എടുത്തുകൊണ്ട് നടന്നു പോകുന്നു. അതാണ്, അവിടെയാണ് പോയിന്റ് ഉണ്ട്. അതാണ് കഥ, അതാണ് തങ്കം. അപ്പൊ ഇങ്ങനെയാണ് കഥ ഉണ്ടായത്. ആ സ്ത്രീയെ കാണുന്നു. അവർക്ക് തങ്കം എന്ന ഒരു ക്യാരക്ടർ ബഷീറിന്റെ മനസ്സിൽ വന്നു. തങ്കത്തെ സൃഷ്ടിച്ചു. അദ്ദേഹം അത് ആദ്യത്തെ കഥയായതുകൊണ്ട് തൂലികാനാമവുമാക്കി. പക്ഷെ അതിനു മുൻപ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ബഷീറിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ സമയത്തും ഇദ്ദേഹത്തിന്റെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, ഉജ്ജീവനം. ഇദ്ദേഹം തുടങ്ങിയ മാഗസിനാണ് ഉജ്ജീവനം. അതില് ഇദ്ദേഹം എഴുതുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് വേറൊരു തൂലികാനാമമായിരുന്നു പ്രഭ. അദ്ദേഹത്തിന്റെ ആദ്യകാല തൂലികാനാമം എന്ന് വേണമെങ്കിലും പറയാം, പ്രഭ. ഇനിയിപ്പോ നമ്മുടെ കഥയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ബഷീറിന്റെ ആദ്യത്തെ നോവൽ. പറഞ്ഞ നോവലാണ് പ്രേമലേഖനം. വീഡിയോയിൽ മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് ചാനലില് ഏത് ഈ വായനയോ സാഹിത്യവും പുസ്തകവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും പ്രേമലേഖനവും ഉണ്ട്, സാറാമ്മയും കേശവൻ നായരും ഉണ്ട്. ഇനി നമ്മൾ പറയാത്തൊരു കാര്യമാണ്, 1943 അക്കാലത്ത് ഈ ബുക്ക്, ഈ നോവല് നിരോധിച്ചു. കാരണം അന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. സാറാമ്മയും കേശവൻ നായരും തമ്മിലുള്ള പ്രണയവും അവരുടെ കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അന്ന് ആ രീതിയിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് നിരോധിക്കുകയൊക്കെ ചെയ്ത നോവലാണ് പ്രേമലേഖനം. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഹിറ്റായ നോവലും ആദ്യത്തെ നോവലും പ്രേമലേഖനം. ഇനി വേറെ ചോദ്യങ്ങളൊന്നുമില്ല ബഷീറുമായി ബന്ധപ്പെട്ട്. ഇന്ന് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇനിയും പല പാർട്ടുകളില്, പല വീഡിയോകളിലായിട്ട് ബഷീർ ദിനത്തിന് മുൻപ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല സംഭവങ്ങളും. എന്തായാലും ബഷീറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കഥകളൊക്കെ ആയിട്ട് പല വീഡിയോകളായിട്ട് ഞങ്ങൾ വരും. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിശാനൊപ്പം.